സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയാൻ കാരണം എന്തായിരിക്കും? അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ മറ്റൊരു മാരക വെർഷൻ വരുന്നു എന്ന ഭയത്തിൽ നിന്നുണ്ടായ പ്രതികരണമാണിത്. ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് പിന്നിലെ പാക് ബന്ധം പുറത്തായ സാഹചര്യത്തിലുണ്ടായ പരിഭ്രാന്തിയാണ് ഖ്വാജ ആസിഫിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ചെങ്കോട്ടയിലെ ആക്രമണത്തിന് എന്തായാലും ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് ഏതറ്റം വരെ പോകുമെന്നത് തൽക്കാലം ആർക്കും പ്രവചിക്കാനും കഴിയില്ല. ഇനി ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ പല കഷ്ണങ്ങളായി പാകിസ്ഥാനെ വിഭജിക്കുന്നതിൽ വരെ അതെത്താനുള്ള സാധ്യതയും ഏറെയാണ്. കാരണം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായിട്ടുള്ള ബലൂചിസ്ഥാനിൽ ഇപ്പോൾ തന്നെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാണ്. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ ഇന്ത്യ തീരുമാനിച്ചാൽ ബംഗ്ലാദേശ് മോഡലിൽ മറ്റൊരു രാജ്യത്തിന്റെ പിറവിയാണ് സംഭവിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. മറ്റൊന്ന്, അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാനോടുള്ള പക തന്നെയാണ്. അതിർത്തി കടന്ന് പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണത്തിനെതിരെ ശക്തമായി തിരിച്ചടിച്ച അഫ്ഗാനിസ്ഥാൻ സൈന്യം ഇന്ത്യ പാക് ഏറ്റുമുട്ടൽ സംഭവിച്ചാൽ പാകിസ്ഥാനിൽ കയറി ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള അടുപ്പം ഇപ്പോൾ അവിടെ ഇന്ത്യയുടെ സൈനിക താവളം തുറക്കുന്ന അവസ്ഥയിൽ വരെ എത്തിയത് പാക് ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇതിനെല്ലാം പുറമെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ചൈനയുടെ നിലപാടാണ്. ഇന്ത്യയുമായി ബന്ധം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ചൈന ഒരിക്കലും പാകിസ്ഥാനെ പഴയ പോലെ പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യതയില്ല. പാക് സൈനിക മേധാവിയുടെ അമേരിക്കൻ ഇടപാടുകളിൽ കടുത്ത അമർഷമുള്ള ചൈനയ്ക്ക് പോലും ഇനി പാകിസ്ഥാനൊപ്പം നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് തോന്നൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു കള്ളരാജ്യം എന്ന ഇമേജാണ് നിലവിൽ പാകിസ്ഥാന് അന്താരാഷ്ട്ര തലത്തിലുള്ളത്. ആ രാജ്യവുമായിട്ട് സൈനിക കരാർ ഉണ്ടാക്കിയത് അബദ്ധമായി പോയി എന്ന് സൗദി അറേബ്യ പോലും ചിന്തിച്ചു തുടങ്ങിയെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.